ഞങ്ങളിന്ന് ചെങ്ങന്നൂരിൽ കല്യാണത്തിന് പോവാം. ഓക്കെ, അപ്പം ഇന്ന് ഭയങ്കര അബദ്ധം പറ്റി. കണ്ടോ ഞാൻ ഇട്ടിരിക്കുന്ന ഇതല്ലായിരുന്നു ഞാനിടേണ്ട ഡ്രസ്. എന്താ ബ്ലൗസ് വാങ്ങിച്ച് തയ്ച്ച് കിട്ടി ഇന്നലെ രാത്രി. ഇട്ട് നോക്കിയപ്പം കയറുന്നില്ല. അപ്പം ഞാൻ വേറൊരു ബ്ലൗസ് ഇടാം. അത് മാത്രമേ ഉള്ളൂ എനിക്ക് ബ്ലൗസായിട്ട്, കാരണം എനിക്ക് വേറെ സാരി ബ്ലൗസ് ഇല്ല. അപ്പം അത് രാവിലെ ഒരുങ്ങി ബ്ലൗസ് ഇടാനായിട്ട് നോക്കിയപ്പോഴത്തേന് ആ ബ്ലൗസ് ഇല്ല. അതെന്താ പറയുക, തയ്യക്കടയിലായിപ്പോയി. ഇന്ന് സൺഡേ അല്ലേ, അപ്പോൾ ഒരു രക്ഷയില്ല. കുറേ ദിവസം കൊണ്ടേ കല്യാണത്തിന് പോകാനുള്ള ഒരുക്കമായിരുന്നു. സാരി ബ്ലൗസ് തയ്ക്കുന്നു, ബ്ലൗസ് വാങ്ങിക്കാൻ പോകുന്നു ഗൈസ്. അതുകൊണ്ട് ഇന്ന് ഈ ഡ്രസ്സ് ഇത് തന്നെയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. വെറും ഷർട്ട് എന്ത് ചെയ്യാൻ പറ്റും. എന്നിട്ട് രാവിലെ അപ്പം അവരെ ഞങ്ങളുടെ സ്റ്റിച്ച് ചെയ്യുന്ന ആ റീനെ വിളിച്ചു. റീന എന്നാണ് ആ കുട്ടിയുടെ പേര്. അപ്പം ഇന്ന് സൺഡേ അല്ലേ, അവർ തുറക്കൂല. പിന്നെ ഞങ്ങൾ അതെവിടെ നിന്നറിയാമോ, അത് കവടിയാറിലാണ് ആ കട. ട്രിവാൻഡ്രം ചെന്നു, റീനെ കൊണ്ട് കട തുറപ്പിച്ചു. ആ ബ്ലൗസ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ എന്താ പറയുന്നത്, എവിടെ പോയി നമ്മൾ ഡ്രസ്സ് ചെയ്യും. വേണ്ട ബ്ലൗസ് വാങ്ങിച്ച് വെച്ചിരിക്കുക. പക്ഷെ അവിടെ മുഹൂർത്തം 11 മണിക്കല്ലേ, 11:30. അപ്പം ഇനി നമ്മൾ എവിടെ ചെന്ന് ഒരുങ്ങും. അപ്പം ഇനി ഈ ഷർട്ട് ഇടാൻ പറ്റും നോക്കി. ആണ്ടെ പുറകെ ഇരിക്കുന്നത് സച്ചിൻ, അറിയത്തില്ലേ സച്ചിൻ, മകൻ സച്ചിൻ. ഇനി ഒരാളുണ്ട് സാരിയൊക്കെ ഇട്ടെ. എന്താ പറയുക, 4 മണിക്കൂർ യാത്ര ട്രിവാൻഡ്രം ടു അവിടെ ചെങ്ങന്നൂർ. അപ്പൊ കുറേ സമയമില്ലേ. പിന്നെ ഞങ്ങള് മറ്റേ ചട്നി മാമിയില് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങി. അപ്പൊ ഇവിടെ പുള്ളിക്കാരി അബദ്ധം പറ്റിയിരിക്കുക. കാരണം സാരി ഉടുത്തോണ്ട് വന്നിരിക്കുക. ഞാൻ സാരി ഉടുക്കാൻ, പക്ഷെ എനിക്ക് അബദ്ധം പറ്റിപ്പോയി, സാരി ഉടുക്കാൻ പറ്റിയില്ല. അപ്പം എൻ്റെ ഡോട്ടറിലോ ഉണ്ട്, അവള് നേരത്തെ ഇന്നലെ പോയി. അപ്പൊ പുള്ളിക്കാരി രാവിലെ സാരിയൊക്കെ ഉടുത്ത് അടിപൊളിയായിട്ട് അവിടെ നിൽപ്പുണ്ട്. അപ്പൊ വേറെ ആള് സാരി ഉടുത്ത് പെട്ടിരിപ്പുണ്ട് ബാക്കില്, കാണിക്കാം. നിന്റെ എക്സ്പീരിയൻസ്, സാരി ഉടുത്തോണ്ടുള്ള എക്സ്പീരിയൻസ്. ഭയങ്കര ചൂടാണ് ഗൈസ്. പോടോ, ഇവിടെ ഞാൻ മേക്കപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഈ സാരി കൊടുത്ത് അങ്ങനെ പോകുന്ന മാത്രം കൊള്ളാം അല്ലേ. ഇത് ഉടുത്തോണ്ട് നമ്മള് പിന്നെ ഈ സാരി കൊടുത്തിട്ടെ നമ്മളിങ്ങനെ വോക്കബിൾ ഡിസ്റ്റൻസ് ഒക്കെ പോയി നമുക്ക് കല്യാണം കൂടിയിട്ട് വരുന്ന നല്ലതാ. പക്ഷെ ഇങ്ങനെ യാത്ര ചെയ്തൊക്കെ പോകാൻ ഭയങ്കര പാടാണ്. എന്റെ ഹസ്ബൻഡ് രാവിലെ ഞാൻ ഗുളിക എടുക്കാൻ മറന്നുപോയി. ഗുളിക വാങ്ങിക്കാൻ 5 മണിക്ക് സ്റ്റോറിൽ കയറിയിട്ടാണ് ഗുളിക കിട്ടിയത്. രാവിലെ എന്നെ വഴക്ക് പറഞ്ഞു, പക്ഷെ ഗുളിക കിട്ടി. ഓക്കെ, അപ്പം ഞങ്ങൾ ഇനി പോകണം. അടൂർ എത്തിയതേ ഉള്ളൂ. ചെങ്ങന്നൂർ വരെ പോകണം. അവിടെ ചെന്നിട്ട് ഡോക്ടറിലോയെ കാണിക്കാം. അവൾ ഭയങ്കര ഒരുങ്ങി അവിടെ നിൽക്കുകയാണ്. ഓക്കെ, അബദ്ധം പറ്റിപ്പോയി. നീ ഇങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ടോ? അബദ്ധം. അപ്പം ഇറങ്ങി വരുന്ന ആളാണ് എൻ്റെ മരുമകള്. അവൾ നല്ല സാരി കൊടുത്തിറങ്ങി വരികയാണ്. അപ്പം നല്ലതായിട്ടല്ലേ, നല്ല സാരി കൊടുത്ത് പൂവൊക്കെ വെച്ചു. അപ്പോൾ ഞങ്ങളെ കണ്ടോണ്ട് നന്നായിട്ട് ഓടി ഇറങ്ങി വന്ന ഇതാണ് മരുമകൾ.